ഇവിടെ സന്നിഹിതരായിട്ടുള്ള സദസ്സിലെ നേതാക്കളെ, സ്നേഹിതന്മാരെ, സഹാക്കളെ, നമ്മുടെ ഇന്നത്തെ ഈ സമ്മേളനത്തിൻ്റെ പശ്ചാത്തലം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ 2022-23 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടതാണ്. അതിപ്പോൾ 2 ആഴ്ചക്കാലം കഴിഞ്ഞു. പക്ഷെ അതിൻ്റെ പ്രസക്തി വളരെ സാധുവായതുകൊണ്ട് അത് സംബന്ധിച്ച വിശദീകരണം രാജ്യത്തെമ്പാട് നടത്താനുള്ള പാർട്ടി തീരുമാനത്തിൻ്റെ ഭാഗമാണ് ഈ സമ്മേളനം. പക്ഷേ ഈ സമ്മേളനം നടക്കുന്ന സന്ദർഭത്തിന് വേറൊരു പ്രാധാന്യം കൂടിയുണ്ട്. CPIM-ന്റെ 23ാം പാർട്ടി കോൺഗ്രസ് ഈ വർഷം ഏപ്രിൽ മാസത്തിൽ കണ്ണൂരിൽ ചേരുകയാണെന്ന് ഇതിനോടകം തന്നെ നിങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന് മുൻപായി ചേരേണ്ട പാർട്ടി സംസ്ഥാന സമ്മേളനം ഇത്തവണ എറണാകുളത്താണ്. മാർച്ച് 1, 2, 3, 4 തീയതികൾ. ഈ കൊറോണയുടെ 3ാം ഘട്ട വരവിൻ്റെ കാരണം കൊണ്ട് പ്രോട്ടോകോൾ മൂലം അത് നീട്ടിവെക്കേണ്ടി വരുമോ എന്നൊരു ആശങ്കയുണ്ടായിരുന്നെങ്കിലും സ്ഥിതിഗതികൾ സാധാരണ നിലയിലേക്ക് വന്നില്ലെങ്കിലും എത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് അത് മാറ്റേണ്ടതില്ല, നിയന്ത്രണങ്ങൾ വെച്ച് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായി നടക്കേണ്ട എല്ലാ ജില്ലാ സമ്മേളനങ്ങളും പൂർത്തിയായിരുന്നു. അവശേഷിക്കുന്നത് ആലപ്പുഴയായിരുന്നു. അത് ഇന്നും നാളെയുമായിട്ട് നടക്കുകയാണ്. എന്ന് പറയാൻ കാരണം, ഈ സമ്മേളനം നടക്കുന്ന ഈ സമയത്ത് നമ്മുടെ മുമ്പുള്ള ഒരു ഉത്തരവാദിത്വം പാർട്ടി ബന്ധുക്കൾ ഒരുപാടുള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഇപ്പോൾ പാർട്ടി 2 കാര്യമാണ് ചെയ്യുന്നത് സമ്മേളനവുമായി ബന്ധപ്പെട്ട്. ഒന്ന്, അതിൻ്റെ പ്രചരണം ഏറ്റെടുത്തിരിക്കുന്ന സമയമാണ്. അത് നന്നായിട്ട് നടക്കുന്നുണ്ട്. ബാക്കി കാര്യങ്ങൾ ഈ വരുന്ന 10 ദിവസക്കാലം നമ്മൾ നന്നായിട്ട് ഏറ്റെടുക്കണം. അതാണ് ഒരു കാര്യം. ഇതൊക്കെ അവസാനത്തേക്ക് വെച്ചാൽ ആദ്യം പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ്. രണ്ടാമത്, ഇപ്പോൾ സമ്മേളനവുമായി ബന്ധപ്പെട്ട് നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടെങ്കിലും ചില പരിപാടികൾ ചുരുക്കിയെങ്കിലും അതിൻ്റെ ചെലവിൻ്റെ കാര്യത്തിൽ വലിയ കുറവ് വരുന്നില്ല. അതുകൊണ്ട് നാളെയും മറ്റന്നാളുമായി ഫണ്ട് ശേഖരണത്തിൻ്റെ ഒരു പരിപാടി പൂർത്തിയാക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ പ്രവർത്തകരും അതിൻ്റെ അകത്താണ്. അതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ അതിൻ്റെ ഒരു പണി പൂർത്തിയാക്കുന്നത് ഈ കൂട്ടത്തിൽ നമ്മൾ മനസ്സിൽ കാണണം. വലിയ ഭാരമില്ലാത്ത, വീതിച്ചെടുക്കുമ്പോൾ ചെറിയ ഉത്തരവാദിത്വമാണ്. അതിനകത്തുള്ള കല എന്താണെന്ന് വെച്ചാൽ പരമാവധി ആളുകൾക്ക് അതിൽ പങ്കെടുക്കേണ്ട അവസരം കൊടുക്കണം. അത് അവരിങ്ങോട്ട് വരാൻ കാത്തു നിൽക്കാതെ അങ്ങോട്ട് ചെന്ന് പറയണം. ഇത് രണ്ടും കൂടി നടന്നാൽ കാര്യം ഗംഭീരമാകും. അത് പൂർത്തിയാക്കണം. അതാണ് അവസാനം പറയാൻ വയ്ക്കാതെ ഇപ്പോൾ പറയുന്ന ഒരു കാര്യം. ഇനി വിഷയത്തിന്റെ പശ്ചാത്തലം, ഈ ബഡ്ജറ്റിൽ നമ്മൾ പ്രതീക്ഷിച്ചത്, ആരും പ്രതീക്ഷിച്ചത്, ലോക സാഹചര്യങ്ങളും കൂടി കണക്കിലെടുത്തുകൊണ്ട് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലെ ഇന്നത്തെ പ്രശ്നങ്ങൾക്ക് ഒട്ടെങ്കിലും പരിഹാരം കാണാനുള്ള നടപടികൾ ഈ ബഡ്ജറ്റിൽ ഉണ്ടാകുമെന്നാണ്, അല്ലെങ്കിൽ ഉണ്ടാകണമെന്നാണ്. അപ്പോൾ ഒരു പ്രശ്നമുണ്ട്. എന്താണ് ഈ ലോകകാര്യങ്ങൾ? എന്താണ് ഇന്ത്യയിലെ പ്രശ്നങ്ങൾ? ലോകത്തും ഇന്ത്യയിലും പൊതുവായൊരു കാര്യമുണ്ട്. അത് കൊറോണ ഉണ്ടാക്കിയ വിഷമങ്ങളാണ്. കൊറോണ ഉണ്ടാക്കിയ വിഷമങ്ങൾക്കകത്ത് അത് 2 തരത്തിലാണ്. നമുക്ക് ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന വളരെ ലളിതമായ കാര്യമാണ്. 2 തരത്തിലാണ്. ഒന്ന്, കുറെ ആളുകൾക്ക് കൊറോണയും ഒരു വലിയ ആദായമുള്ള കാര്യമായി. ഒരുപാട് മനുഷ്യർക്ക് ജീവിതം പോവുകയും ചെയ്യും. ഇങ്ങനെ പറഞ്ഞാൽ ഇതിന് 2നും തെളിവ് കൊടുക്കുന്നതാണ് നല്ലത്. കുറെ ആളുകൾക്ക് ആദായം ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ ഒരാളെ ഞാൻ പരിചയപ്പെടുത്തി തരാം. നിങ്ങൾക്ക് അറിയാവുന്ന ഒരാളാണ്. അയാളുടെ പേര് അദാനി എന്നാണ്. അറിയില്ല എന്നൊക്കെ പറയുന്നത്. അദാനി തിരക്കിനിടെ ഒന്നാമനായി. സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നമ്മൾ വിളിച്ചിരുന്ന മുദ്രാവാക്യം ടാറ്റ, ബിർള, സിംഗാനിയ, ഗോയങ്കി തുടങ്ങിയതൊക്കെയാണ്. ഇപ്പൊ വിളിക്കുന്ന അങ്ങനെയല്ല. ഇപ്പൊ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് അംബാനി എന്നാണ്. ഇപ്പൊ അംബാനിയെ കടത്തി വെട്ടി. അത് ഒരു യാദൃശ്ചികതയോ ഒരു ഓർമ്മ തെറ്റോ കയ്യബദ്ധമോ അല്ല. അതിന്റെ പുറകിൽ വ്യക്തമായ ഒരു നയപരമായ അന്തരീക്ഷത്തിന്റെ മുതലെടുപ്പുണ്ട്. കൊറോണ കാലത്ത് ഏഷ്യയിലെ 1ാം സ്ഥാനക്കാരനായി അദാനി മാറുന്നതിനിടയാക്കിയ ആ ഒരു വഴിയുടെ ഒരു സഞ്ചാരഗതി, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ യാതൊരു മറയുമില്ലാത്ത പ്രീണനവും, ആ പ്രീണനത്തിന്റെ നല്ല വാക്കാണ്
നമ്മളൊരു വാക്ക് പറയാറുണ്ടല്ലോ, ചങ്ങാത്ത മുതലാളിത്തം. ഇത് ഒരു അദാനിക്ക് മാത്രമല്ല, അദാനി ഒന്നിലേക്ക് ഒന്നല്ല, എല്ലാ മുതലാളിമാരുടെയും സമ്പത്ത് വർദ്ധിച്ചു. മുതലാളി എന്ന് പറഞ്ഞാൽ കുമ്മായിച്ചോട് നടത്തുന്നത് മുതലാളിന്നൊരു അഹങ്കാരം, അതല്ല ഈ പറയണത്, അത് വേറെ. ഇത് ശതകോടീശ്വരന്മാരാണ്, കോർപ്പറേറ്റുകൾ, ഇന്റർനാഷണൽ, നാഷണൽ മൊണോപ്പൊളീസ്. അതാണ് അവർക്കെല്ലാം വലിയ വർധനവുണ്ടായി. ഇത് നമ്മൾ ആരോപിക്കുന്നതല്ല. ഒരു പൊതുയോഗത്തിൽ ഒരു സൗകര്യം കിട്ടിയപ്പോ മുതലാളിമാരുടെ പരമ്പരാഗത ദേഷ്യം കൊണ്ട് പറയുന്നത് ധരിക്കരുത്. ഇത് സാധൂകരിക്കുന്ന തെളിവുകളുണ്ട്. തെളിവുണ്ടാക്കുന്നത് പറയാൻ യോഗ്യതയുള്ള ആളുകൾ പറഞ്ഞിരിക്കുന്നതാണ്. ആ കണക്കിൽ പറയുന്നത് ഒരു ഏജൻസി, ഒന്ന് ഓക്സ്ഫാമാണ്, മറ്റൊന്ന് ഇനീക്വാളിറ്റി ക്ലബാണ്. രണ്ടും ഒത്തിരി പുതിയ വാക്കുകളാണ്, സാരമില്ല. പാരീസ് കേന്ദ്രമായി ലോകത്തിലെ സ്വത്തുടമസ്ഥതയുടെ അസമത്വം പഠിക്കുന്ന ഏജൻസിയുണ്ട്. അവരിപ്പോൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പോയിന്റ് ഇത്രയേ ഉള്ളൂ, കൊറോണ കാലത്ത് ലോകത്തും രാജ്യത്തും ഉണ്ടായ സംഭവവികാസങ്ങൾ കൂടി പരിഗണിക്കുന്ന ഒരു നില ബഡ്ജറ്റ് വേണമായിരുന്നു. പരിഗണിക്കുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ അല്ല ബാധിച്ചത്. കുറെ പേർക്ക് നേട്ടം കിട്ടി. പിന്നെ ആർക്കാ ദോഷം പറ്റിയേ? ദോഷം പറ്റിയത് അധ്വാനിച്ച് ജീവിക്കുക, അതിൽ നിന്ന് കിട്ടുന്ന കൂലി കൊണ്ട് ജീവിക്കുക, അധ്വാനിച്ച് കൂലി കിട്ടിയാൽ മാത്രം ജീവിക്കുക, അത് രണ്ടുമില്ലെങ്കിൽ ജീവിക്കാൻ കഴിയാതെ ഇങ്ങനെ ഒരു കൂട്ടരുടെ ഭൂമിയില്ല. ഈ ആളുകളെ അഭിസംബോധന ചെയ്ത ഏറ്റവും വലിയ മനുഷ്യന്റെ പേരാണ് മാർക്സ്. അദ്ദേഹമാണ് സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ എന്ന് പറഞ്ഞത്. ഇന്നലെ ഒന്നുമില്ല, വേറെ വഴിയിലേക്ക് പോകും. ഇന്നലെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോ അങ്ങനെയുള്ള മഹാഭൂരിപക്ഷം മനുഷ്യർക്ക് തൊഴില് പോയി. തൊഴില് പോയതല്ല, പോക്കിയതാണ്. അങ്ങനെ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? മലയാളത്തിൽ വ്യാകരണത്തിനകത്ത് കേവലം പ്രയോജിക്കേണ്ട ഒരു മാർക്കിന്റെ കുളിക്കലും കുളിപ്പിക്കലും. ഒരാൾ അറിഞ്ഞ് കുളിക്കുന്നത് കുളിക്കലാണ്. കുളിക്കാൻ പറ്റാത്തവനെ നമ്മൾ കുളിപ്പിക്കും. പോകുക എന്ന് വെച്ചാൽ തരിഞ്ഞു പോകാൻ, പോക്ക് എന്ന് വെച്ചാൽ പറഞ്ഞു വിടേണ്ടി വരും. തൊഴിലുകൾ പോയത് എങ്ങനെയാണ്? ലോക്ക്ഡൌൺ വന്നപ്പോഴാണ്. ലോക്ക്ഡൌൺ വന്നത് എങ്ങനെയാ? ഗവൺമെന്റ് തീരുമാനമാണ്. ഗവൺമെന്റ് തീരുമാനം എന്തിനായിരുന്നു? കൊറോണയുടെ അതിജീവനത്തിന് ആവശ്യമായ സാമൂഹ്യ അകലത്തിന്റെ പാലനത്തിന്, ജീവനത്തിനും അതിജീവനത്തിനും അത് വേണമെന്ന് തോന്നപ്പോഴാണ്. അങ്ങനെ വന്നപ്പോ ഇപ്പൊ മെനഞ്ഞാന്ന് ഒരു വ്യവസായി മരിച്ചിട്ടില്ലേ? രാഹുൽ ബജാജ് ഇല്ലേ? ഓ, എന്റെ ഒരു അടുത്ത സ്നേഹിതനായിരുന്നു. അദ്ദേഹത്തിന് വയസ്സ് 83. ഞങ്ങൾ പാർലമെന്റിൽ ഒരുമിച്ചായിരുന്നു. ഞാൻ അത്രയും നട്ടലിന്റെ ബലമുള്ള ഒരു മുതലാളിയെ കണ്ടിട്ടില്ല. മുഖത്ത് നോക്കിയ അഭിപ്രായം പറയും. അത് മോദിയോടും പറയും, രാഹുൽ ഗാന്ധിയോടും പറയും, എല്ലാവരോടും പറയും. അയാൾ പറഞ്ഞു, അയാളെന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ സ്പെഷ്യലാണ്. അദ്ദേഹം ഈസ് ടു ഗ്രേറ്റ് എ മാൻ ഇൻ ദ സ്റ്റേറ്റ്സ് ഓഫ് നാഷണൽ ഇന്റർനാഷണൽ ലെവൽ. അദ്ദേഹം പറഞ്ഞു, ആപത്ത് കാലത്ത് തൊഴിലാളികളെ ഉപേക്ഷിക്കുന്ന മുതലാളി തെറ്റാണ് ചെയ്യുന്നത്. അയാളുടെ മകനുണ്ട്, രാജീവ് ബജാജ്. ബജാജ് സ്കൂട്ടറില്ലേ? ഒരു പഞ്ചായത്തിൽ ഒരു സ്കൂട്ടർ മാത്രമുള്ള കാലത്ത് എല്ലാ വീട്ടിലും സ്കൂട്ടർ വേണമെന്ന് ചിന്തിച്ച് വർത്താനം പറഞ്ഞ ആളാണ് ആ മനുഷ്യൻ. അങ്ങനെ പറഞ്ഞു, തൊഴിലാളികളെ കൈയൊഴിയരുത്. വേറൊരാളും കൂടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അസിം പ്രേംജി, കേട്ടിട്ടുണ്ടോ? പ്രേംജി, ഞാൻ അതിന്റെ പേരിൽ വൈകുന്നേരം ഇറക്കമൊന്നുണ്ടാക്കേണ്ടത്. ഇന്ത്യയിലെ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന വ്യവസായികളുടെ ഒരു പ്രധാനിയാണ്. അതിന്റെ അദ്ദേഹത്തിന്റെ കമ്പനിയുടെ പേര് വിപ്രോ ഗ്രൂപ്പ്. അദ്ദേഹവും പറഞ്ഞു, ഏറ്റവും വലിയ ധനം തൊഴിലാളികളാണ്. തൊഴിലാളിയെ ധനവാന്മാരാക്കി നമ്മുടെ അധ്വാന ശക്തിയാണ്. അവരെ ഉപേക്ഷിച്ചുകൂടാന്ന് പറഞ്ഞു. ഞാൻ പറയാൻ കാരണം, അദാനി സമ്പത്തുണ്ടാക്കുമ്പോ, അംബാനി സമ്പത്തുണ്ടാക്കുമ്പോ, ശതകോടീശ്വരന്മാർ സമ്പത്തുണ്ടാക്കുമ്പോ ഭൂരിപക്ഷത്തിന്റെ ജീവിതവും അതിന് പറ്റുന്ന വരുമാനം ഉണ്ടാക്കിയ തൊഴിലും തദ്ജന്യമായ ജീവിതവും പോയി. ഈ ഒരു അവസ്ഥയാണ് ഇന്ത്യൻ സാഹചര്യത്തിൽ ബഡ്ജറ്റ് മുൻപിൽ നിലനിൽക്കുന്നത്. അതാണ് ബഡ്ജറ്റ് അഡ്രസ് ചെയ്യേണ്ടത്. നമ്മളിന്ന് ഉന്നയിക്കുന്ന പ്രശ്നം അത് അഡ്രസ് ചെയ്തില്ല എന്നാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞ സംസ്കൃതം പോലെയായി. ലളിതമായി പറഞ്ഞാൽ,
ഈ കഴിഞ്ഞ ബഡ്ജറ്റിന്റെ ആകെ തുക, അടങ്കലാണല്ലോ ബഡ്ജറ്റിന്റെ പ്രധാനം. അടങ്കൽ എത്രയാ? ഒരു 39 ലക്ഷം കോടിയാണ്. 39,49,648 ലക്ഷം കോടി. അതാണ് അത്ര അങ്ങനെ കണക്കാക്കണം. നമുക്ക് പിന്നെ അതിൽ കൂടുതൽ കയ്യിലുള്ളതുകൊണ്ട് ഇത് കേൾക്കുമ്പോൾ തോന്നുക. അത്രയും അടങ്കൽ വയ്ക്കുമ്പോൾ അത് വലിയ തുകയായിട്ട് തോന്നും. വലിയ തുകയല്ല. 2 കാരണങ്ങളുണ്ട്. ഒന്ന്, കഴിഞ്ഞ കൊല്ലം വെച്ചതിനേക്കാൾ എന്തോരം കൂടി നോക്കണമല്ലോ, അതല്ലേ ഒരു കണക്ക്. 2, ഇന്ത്യയുടെ ആകെ കായശേഷി എത്രയുണ്ട്? അത് ഈ കൊല്ലത്തെ ഇന്ത്യയുടെ ദേശീയ ഉൽപാദനം എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 240 ലക്ഷം കോടിക്ക് തുല്യമാണ്. 240 ലക്ഷം കോടി എന്ന് പറയുമ്പോൾ പെട്ടെന്നൊരു കാര്യം ഞാൻ ഓർക്കുകയാണ്. ഈ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഒരു സ്ത്രീയുടെ ഒരു വാർത്താപത്രങ്ങൾ എഴുതി, ചിത്ര രാമകൃഷ്ണൻ, അതില്ലേ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ MD ആയിട്ടുള്ള ചിത്ര രാമകൃഷ്ണൻ, അവര് എല്ലാ തീരുമാനങ്ങളും എടുത്തുകൊണ്ടിരുന്ന ഹിമാലയത്തിലുള്ള അവർ ഒരിക്കലും കണ്ടിട്ടില്ലാത്തൊരു യോഗി കൊടുത്ത മെയിൽ അനുസരിച്ചാണെന്നുള്ളത് അറിഞ്ഞായിരുന്നോ? ഇല്ലേ? അല്ലെങ്കിൽ ഇത് അറിയിപ്പായിട്ട് എടുത്താൽ മതി. അവര് കഴിഞ്ഞ 20 കൊല്ലമായി അതിന്റെ തലപ്പത്താണ്. ഞാനിപ്പോ പറയാൻ കാരണം, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കൈകാര്യം ചെയ്യുന്ന ആകെ പണത്തിന്റെ ഒരു കൊല്ലത്തെ അളവ് 280 ലക്ഷം കോടിക്ക് തുല്യമായ ഷെയർ മാർക്കറ്റാണ്. അതിപ്പോ ഒരു വലിയ കേസായിട്ടുണ്ട്. ഈ അദൃശ്യ യോഗി ആരാണെന്ന് പിടികിട്ടിയിട്ടില്ലെങ്കിലും അന്വേഷണം ചെയ്തെത്തുന്നുണ്ട്. CBI അന്വേഷിക്കാനുണ്ട്. CBI വിശുദ്ധവശം അല്ലാത്തതുകൊണ്ട് എവിടം വരെ പോകുമെന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷേ ഈ അജ്ഞാത യോഗി എന്ന് പറയുന്നത് ഒന്നുകിൽ അംബാനിയാണ് അല്ലെങ്കിൽ അദാനിയാണെന്ന് വന്നേക്കാം. അപ്പൊ അവിടെ നിന്ന് മെയിൽ വരും, അതെന്ത് ചെയ്തോണ്ടിരിക്കും. ഇവര് പറയുന്നത് എന്റെ യോഗി എന്നോട് പറഞ്ഞു, ഞാനൊക്കെ ചെയ്തെന്നാണ്. അപ്പൊ ചെയ്ത് അമ്മച്ചി ക്ഷീണിച്ചത് കൊണ്ട് ഒരു ചെറുപ്പക്കാരനെ അവിടെ ജോലിക്ക് വെച്ചു. അയാളുടെ പേരാണ് ആനന്ദകൃഷ്ണനാണെന്ന് തോന്നുന്നു. അതെ. അപ്പൊ ആദ്യം ആഫീസിൽ കയറ്റി ഇരുത്തി, അവസാനം ആഫീസിന്റെ തൊട്ട് ചേർത്തിരുത്തി. അപ്പൊ അയാൾ ചെയ്യാൻ തുടങ്ങിയല്ല. അയാൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന ശമ്പളം 2 ലക്ഷം രൂപയാണ് ഒരു മാസം. ഒരു കൊല്ലം കൊണ്ട് അയാളുടെ ശമ്പളം 5 കോടിയാക്കി ഉയർത്തിക്കൊടുക്കും. ചെറിയ കാര്യമാണ്. അപ്പൊ ഇങ്ങനെ പണം കൈകാര്യം ചെയ്യുന്ന നമ്മുടെ രാജ്യത്ത് 39 ലക്ഷം കോടി എന്ന് പറയുന്നത് വലിയ കാര്യമല്ല. അത് കഴിഞ്ഞ വളത്തെ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ 4% കൂടുതലുള്ളൂ. പ്രഭാത് പട്നായിക്ക് പറയുന്നത് ഏറെക്കുറെ പഴയതിന് തുല്യമായി കണ്ടാൽ മതി. കാരണം ഇൻഫ്ലേഷൻ കൂടുതലായിപ്പോ. ഇൻഫ്ലേഷൻ എന്ന് വെച്ചാൽ പണപ്പെരുപ്പം ലോകത്തിപ്പോ ഒന്ന് കൂടുകയാണ്. കാരണം അമേരിക്കയുടെ പണപ്പെരുപ്പം കൂടുന്നത് കൊണ്ട് ഒരു പുതിയ ദോഷം വരാൻ പോവുകയാണ്. അമേരിക്കയിൽ ഈ അടുത്ത കാലം വരെ പലിശ 0 നമ്മൾ ഇവിടെയൊക്കെ പലിശ കൊടുക്കുന്ന ആൾക്ക് കേൾക്കുമ്പോൾ കൊതി വരും. എന്നാലും പലിശ 0. അവിടെ ഇപ്പോ ഇൻഫ്ലേഷനിൽ പണപ്പെരുപ്പം കൂടുന്നുണ്ട്, പലിശ നിരക്ക് കൂടുകയാണ്. പലിശ നിരക്ക് കുറഞ്ഞിരുന്നത് കൊണ്ട് ഇന്ത്യ പോലെ രാജ്യങ്ങളുടെ വ്യാപാരത്തിന്റെ കമ്മി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി വായ്പ എടുക്കുന്ന പലിശയില്ലാത്ത വായ്പയായിരുന്നു അമേരിക്കയെന്ന്. അത് കൂടാൻ പോവാ. അതുകൂടി ചേർത്ത് വരുമ്പോൾ ഈ അടങ്കൽ വളരെ താഴേക്ക് പോകും. പോയിന്റ് ഇത്ര ഈ കണക്കിലെല്ലാം കൂടി വിഷമമുണ്ടല്ലേ? എല്ലാം കൂടി കുഴപ്പമില്ല. എന്താന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു ചെലവ് ചെയ്യുമ്പോ എന്ത് കാര്യങ്ങളെല്ലാം ചെലവ് ചെയ്യുന്നു എന്നതും എവിടെ നിന്നെല്ലാം വരവ് വരുന്നു എന്നുള്ളതാണ് ബഡ്ജറ്റ്. ബഡ്ജറ്റിന് മലയാളം അതാണ്. എന്താണ് നിങ്ങളുടെ ചെലവ്, എവിടെ നിന്നാണ് നിങ്ങൾക്ക് വരവ്? ഈ 39 ലക്ഷം കോടി രൂപയുടെ ചെലവിന് നിങ്ങൾ എന്ത് ചെയ്യും? ചെലവിന് മുൻഗണന വേണം. മുൻഗണന തീരുമാനിക്കുമ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട ഒരു അംശം വിവേചനമാണ്. ആർക്കാദ്യം? ഒരു കാഷ്വാലിറ്റിയിലേക്ക് 2 രോഗിയെ കൊണ്ടു ചെല്ലുന്നു. ഒരാളുടെ തല വിട്ടുപോകാൻ പോകുന്നു, മറ്റേ വിരല് മുറിഞ്ഞിട്ട് ചോര പോയിക്കൊണ്ടിരിക്കും. ആദ്യം എടുക്കണം. ഡോക്ടർ പ്രാന്തനാണെങ്കിൽ ആദ്യം എളുപ്പമുള്ളത് ചെയ്യും, വിരല്. അപ്പോഴേക്കും മറ്റൊരു വഴി കഴിയും. ശ്രദ്ധിച്ചോ? ഈ മുൻഗണന എന്ന് പറയുന്നത് ആവശ്യാധിഷ്ഠിതമായ വിവേചന ബുദ്ധിയാണ്. പ്രൊറോഗേറ്റീവ് മെറിറ്റാണ് വിവേചന ബുദ്ധി.
അപ്പൊ ചെലവിന്റെ മുൻഗണനയുടെ വിവേചനത്തിന്റെ ഒരു ബോധം, ആ ബോധത്തിന്റെ സാമൂഹ്യ വശം, അതിന്റെ വർഗബോധം, അതാണ് ഈ ബഡ്ജറ്റ് ചർച്ചയ്ക്കകത്തുള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മൾ കുറെ കാലമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. ഒരു കുടുംബത്തിന് 7,500 രൂപ വെച്ച് 6 മാസത്തേക്കെങ്കിലും കൊടുക്കുകയും ധാന്യങ്ങൾ സൗജന്യമായി കൊടുക്കുകയും തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസങ്ങൾ കൂട്ടുകയും നഗരങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയും തുക ഉയർത്തുകയും ഒക്കെ ഓർക്കുന്നില്ലേ ഈ ആവശ്യങ്ങൾ? ഒരു മുദ്രാവാക്യം വരുന്നത് ഒരു സാമൂഹ്യ ആവശ്യത്തിൽ നിന്നാണ്. മുദ്രാവാക്യങ്ങളുടെ സൃഷ്ടി ആവശ്യങ്ങളാണ് അതിന്റെ ഒരു ഫലം. എന്താ കാരണം? ആളുകൾ പാപ്പരായി. ആ പാപ്പരാകുന്ന അനുഭവത്തോടുള്ള പ്രതികരണത്തിന്റെ ഏറ്റവും രചനാത്മകമായ ക്രിയയാണ് കിറ്റ്. എന്ന് പറയുന്നത് ഒരു പ്രത്യേക രാഷ്ട്രീയ നിർബന്ധിത പരിതസ്ഥിതിയുടെ ഉൽപ്പന്നമാണ്. നിങ്ങൾക്ക് പുറത്തേക്ക് പോകാനാവില്ല, ആവശ്യങ്ങളുണ്ട്, പണമുണ്ട്, വാങ്ങിക്കുന്നത് പോലെ അല്ല, പണമേ ഇല്ല, പണിയുമില്ല. അപ്പോഴോ? അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി പറഞ്ഞത്, ദൈവം പോലും വിശക്കുന്നതിന്റെ മുമ്പിൽ എങ്ങനെ വരും? അപ്പം പോലെ വരാൻ പാടുള്ളൂ, എപ്പോഴെങ്കിലും അല്ല, വേണ്ടപ്പോ. അപ്പോ ആ നിലയ്ക്കുള്ള ഒരു നിലയിൽ ഈ ആളുകൾക്ക് പണം കൊടുക്കണം. ഇവിടെ നമ്മുടെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ കാലത്ത് ഒരു കണക്ക്, ലോകത്തിൽ ഏറ്റവും കുറച്ച് ഡയറക്റ്റ് മണി ട്രാൻസ്ഫർ നടത്തിയ ലോക രാജ്യം ഇന്ത്യയാണ്. ശ്രദ്ധിക്കേണ്ടത്, ലോകത്ത് ഏറ്റവും കുറച്ച് പണം ജനങ്ങൾക്ക് കൈമാറിയ രാജ്യം ഇന്ത്യയാണ്. എന്നാൽ ലോകത്തിൽ ഏറ്റവും അധികം ആളുകൾ തൊഴിലില്ലാതെ നിൽക്കുന്ന രാജ്യവും ഇന്ത്യയാണ്. ഈ കഴിഞ്ഞ കൊല്ലം ഉണ്ടായ സാമൂഹ്യ കലാപങ്ങളിൽ കുറെയേറെ തൊഴിലിനു വേണ്ടിയാണ് യുപിയിലും ബീഹാറിലും ഉണ്ടായ കലാപങ്ങൾ, തൊഴിലില്ലായ്മയുടെ കലാപമാണ്. അങ്ങനത്തെ ഒരു അതിപൂരിത തൊഴിലില്ലായ്മയുടെ രൂക്ഷതയും പണമില്ലായ്മയുടെ വറുതിയും ഒരുമിച്ച് നിൽക്കുന്ന സമൂഹത്തിൽ ഗവൺമെന്റ് സാധനമായി, സേവനമായി, പണമായി സഹായിക്കണം. നമ്മുടെ പരാതിയും അപരാധിയും ഈ ഗവൺമെന്റ് അത് ചെയ്തില്ല എന്നുള്ളതാണ്. ഇനി ചെയ്യുമ്പോൾ പണം നേരിട്ട് കൊടുക്കാത്തത് മാത്രമല്ല, ആളുകൾക്ക് പരോക്ഷമായി സഹായം കിട്ടുന്ന കുറേയേറെ ഏർപ്പാട് ഇല്ലാതാക്കി. ഉദാഹരണത്തിന് മഹാത്മാഗാന്ധി തൊഴില് ജന്യ പദ്ധതി കഴിഞ്ഞ ബഡ്ജറ്റിൽ അത് 98,000 കോടി രൂപയായിരുന്നു. ഇത്തവണ 73,000 കോടിയായിട്ട് കുറച്ചു. അത് ഒരു പ്രധാനപ്പെട്ട ഇടപെടലാണ്. പണം നേരിട്ട് കൊടുക്കാത്ത അതേ മനോഭാവമാണ് ഇതിനകത്തും വരുന്നത്. മറ്റൊന്ന്, ആൾക്ക് പ്രയോജനം കിട്ടുന്ന ഒരു മേഖല ഫുഡ് സബ്സിഡിയാണ്, ഭക്ഷ്യ സബ്സിഡി. അതിന്റെ തുടർച്ചയിലുള്ളതാണ് രാസവള സബ്സിഡി. അതിന്റെ ഭാഗമാണ് പാചക വാതക പെട്രോളിയം സബ്സിഡികൾ. മൂന്നും കളഞ്ഞു. കളഞ്ഞെന്ന് വെച്ചാൽ 35-25% വെച്ച് കുറച്ചു കളഞ്ഞു. ലക്ഷക്കണക്കിന് കോടി രൂപ മാറ്റണത് ജനങ്ങൾക്ക് ഇങ്ങോട്ട് പകർന്നു കിട്ടേണ്ട ആനുകൂല്യം എടുത്തു കളഞ്ഞാൽ അത്രയും കൂടി അത് കുറയുമ്പോഴോ വേറൊരു വിപരീത ദിശയിൽ വേറൊരു കാര്യം ചെയ്യുന്നുണ്ട്. അതെന്താ? നമ്മൾ അറിയാതെ നമ്മുടെ ഇന്ന് പണം പിരിച്ചുകൊണ്ടിരിക്കും. ഈ ഗവൺമെന്റിന്റെ ധനാഗമ പരിപാടിക്കകത്ത് ഏറ്റവും പ്രധാനം പെട്രോൾ ഡീസൽ ഉൽപ്പന്നങ്ങളുടെ വില ഉയർത്തിക്കൊണ്ട് പണം അങ്ങോട്ട് പിടിക്കലാണ്. അങ്ങോട്ട് പണം പിടിക്കുമ്പോൾ ചെയ്യേണ്ട ഒരു തത്വം എന്താ? വിഭവ സമാഹരണം ശരിയായ കാര്യമാണ്. ആരുടേതിൽ തൊട്ടു? ബൈബിൾ പോലും പറഞ്ഞത് ഉള്ളവരിൽ നിന്ന് എടുത്ത് ഇല്ലാത്തവന് കൊടുക്കാനാണ്. ഇവിടെ നടക്കുന്നത് എന്താ? ഉള്ളവനെ പിഴിഞ്ഞ് ഉള്ളവന് തന്നെ കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ വന്നപ്പോ എന്തു പറ്റി? ഈ ബഡ്ജറ്റിന്റെ നിർദ്ദേശങ്ങൾ പരോക്ഷ നികുതികളിലൂടെ ജനങ്ങളുടെ ദുർബലമായ സാമ്പത്തിക സാഹചര്യങ്ങളെ കൂടുതൽ വഷളാക്കടിച്ചു. മാത്രമല്ല, വേറൊരു അപകടകരമായ സാഹചര്യമുണ്ട്. ഗവൺമെന്റ് നേരിട്ട് പണമിറക്കുന്ന പദ്ധതികളിൽ നിന്നെല്ലാം ഗവൺമെന്റ് മാറിക്കളഞ്ഞു. അവിടെ ഒരു തത്വം
മുമ്പോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഗവൺമെന്റ് പണമിറക്കുന്നതിനേക്കാളും സ്വകാര്യ മേഖല പണമിറക്കട്ടെ, പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ്. നമ്മുടെ അനുഭവം കാണിക്കുന്നത് സ്വകാര്യ മേഖല അങ്ങനെ പണമിറക്കുന്നില്ല എന്നുള്ളത്. എന്ന് മാത്രമല്ല, ഈ ബഡ്ജറ്റിൽ ചെയ്തൊരു പണി പൊതുമേഖലകളെ വൻതോതിൽ ഇല്ലാതാക്കാനുള്ള തീരുമാനത്തിന്റെ വേഗത കൂട്ടി. ഇന്നും പത്രങ്ങളിലുണ്ട്, LICയുടെ 5% ഓഹരി വിൽക്കാൻ തീരുമാനിച്ചു. 5% ഓഹരി വിറ്റാൽ എന്തോരം ഉണ്ടാവും? LIC കൈകാര്യം ചെയ്യുന്ന പണത്തിന്റെ അളവ് എത്രയാ? LIC കൈകാര്യം ചെയ്യുന്ന പണത്തിന്റെ അളവ് 33 ലക്ഷം കോടി രൂപയാണ്. ഇന്ത്യയിലെ ബാങ്കുകളെല്ലാം കൂടി കൈകാര്യം ചെയ്യുന്ന പണത്തിന്റെ അളവ് 163 ലക്ഷം കോടി രൂപയാണ്. ഈ രണ്ട് മേഖലകളും സ്വകാര്യവൽക്കരിക്കുന്നതിനുള്ള തീവ്ര പരിപാടി ബഡ്ജറ്റിട്ട് അർത്ഥം എന്താ? പണത്തിന്റെ സഞ്ചിതമായ നിക്ഷേപത്തിന്റെ വിനിയോഗത്തിന്റെ അവകാശം ഗവൺമെന്റ് കൈയൊഴിയുകയാണ്. ഈ ബഡ്ജറ്റിന്റെ മാരകമായ ഒരു ഭാഗമാണത്. ഇനി 5% കൊടുക്കുമ്പോ LIC വഴി എത്ര കിട്ടുന്നത് ഗവൺമെന്റിന്? ഗവൺമെന്റ് കണക്കാക്കുന്നത് 5% കൊടുത്താൽ 1 ലക്ഷം കോടി രൂപ സമാഹരിക്കാൻ കഴിയുമെന്നാണ്. അത് ഓഹരി കമ്പോളത്തിലെ LICയുടെ ആകർഷകത്വത്തിൽ നിന്നാണ്. LIC എങ്ങനെയാണ് ആകർഷകമാകുന്നത്? ഒരു കാര്യം സത്യമാണ്, നമുക്ക് അഭിമാനിക്കാം. LIC പോലത്തെ ഒരു 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 പൂർണ്ണതയുള്ള ഒരു സാമ്പത്തിക സ്ഥാപനം ലോകത്ത് വേറെയില്ല. അങ്ങനെ പറയുമ്പോൾ അത് ഇത്തിരി സംശയമായി. അതെന്ന് വെച്ചാൽ LICയുടെ വരവ് എങ്ങനെയാണ്? മനുഷ്യന്റെ ജീവിതത്തിന്റെ അരക്ഷിത ബോധമാണ് LICയിൽ ചേരുന്നതിന്റെ ഒരു ഘടകത്തെ. രഘുവൊക്കെ ഇരിക്കുന്നു അല്ലേ? ആളോട് പറയുന്നത് എന്താ? നാളെ നിങ്ങൾ മരിച്ചാൽ, അതാണ് ചോദ്യം. അപ്പൊ അയാൾ ശ്രദ്ധിക്കില്ല, അപ്പൊ അത് ചേച്ചി കേൾക്കും. അതെന്താന്ന് ചോദിക്കും, പോളിസി. അവിടെയാണ്. അങ്ങനെ വരുമ്പോ ആ സ്ഥാപനത്തിന്റെ വിശ്വാസ്യത എന്താ? ആ പോളിസി എല്ലാം സെറ്റ് ചെയ്യണം. 956 മുൻപ് LICക്ക് മുൻപുള്ള സ്വകാര്യ ഏജൻസികൾ സെറ്റിൽമെന്റ് നടത്തിയിരുന്നില്ല. LICയുടെ സെറ്റിൽമെന്റ് റേറ്റ് 99.9%. ലോകത്തങ്ങോട്ട് സ്ഥാപനമില്ല. വിശ്വാസ്യത എന്ന വാക്കിന്റെ ഒരു തുല്യമായ പദമായി LIC മാറുന്നത് അങ്ങനെയാണ്. ആ വിശ്വാസയുടെ ഉത്തുംഗങ്ങളിൽ അതിനുള്ള മൂല്യമാണ് ഇപ്പൊ വിറ്റെടുക്കാൻ തീരുമാനിക്കുന്നത്. തെറ്റാണോ? LIC മാത്രമാണോ? ഇന്ന് നമ്മൾ വായിക്കുന്നത് എന്താ? BPCLന്റെ പുതിയ പ്രൊപ്പലൈൻ ബ്രാൻഡിന്റെ പദ്ധതി അവസാനിക്കുകയാണ്. പദ്ധതി എന്ന് പറഞ്ഞാൽ 11,300 കോടി രൂപയുടെ പദ്ധതി. FACയുടെ സ്ഥലമടക്കം എടുത്ത് റിഫൈനറി നടത്താൻ ഉദ്ദേശിച്ച അതിന്റെ ഭാഗമായി വരുന്ന ഡൗൺബേർഡ് ഇൻഡസ്ട്രീസിന്റെ ഒരു വലിയ ഇൻഡസ്ട്രിയൽ പെട്രോകെമിക്കൽ പാർക്ക്, ആ സ്വപ്ന പദ്ധതിയാകെ കുഴിച്ചു മൂടുന്ന വിധത്തിൽ ഇന്നലെ വന്ന വാർത്ത BPCLന്റെ ബോർഡ് ആ പദ്ധതി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു എന്നാണ്. എന്താ കാരണം? BPCL എന്ന് സ്വകാര്യവൽക്കരിക്കുകയാണ്. BPCL എന്താ കമ്പനി? ഒരു 9-10 ലക്ഷം കോടി രൂപയുടെ മൂല്യമുള്ളതാണത്. ഇപ്പൊ വിൽക്കാൻ വെച്ച വില അനുസരിച്ച് ഒരു 60,000 കോടിയെ കിട്ടൂ. പൊന്മുട്ടയെടുത്ത താറാവിനെ കൊതു തിന്നുന്ന പരിപാടി ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. അവസാനം വേദാന്ത അതിന്റെ അടുത്ത് കയറി വീണിരിക്കും. വേദാന്തവുമായി ബന്ധമില്ല, ഓയിലുമായി ബന്ധമില്ല. ആകെയുള്ള ബന്ധം ഉരുക്കുമായിട്ടാണ്, അല്ലെങ്കിൽ ചെമ്പുമായിട്ടാണ്. എന്താ അർത്ഥം? ആർക്കും തന്നിഷ്ടപ്രകാരം കൊടുക്കാനുള്ള സന്നദ്ധതയിൽ നിൽക്കുന്ന ഗവൺമെന്റാണ്. സ്ഥാപനങ്ങൾ വിൽക്കുക മാത്രമല്ല, ഈ ഗവൺമെന്റ് 6 ലക്ഷം കോടി രൂപ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് സമ്പന്നരെ തൊട്ടുകൊണ്ടല്ല, രാജ്യത്തിന്റെ സ്വന്തം സമ്പന്നർക്ക് കൊടുത്തുകൊണ്ടാണ്. അതാണ് നാഷണൽ മോണിറ്റൈസേഷൻ പൈപ്പ് ലൈൻ. കട്ടിയുള്ള വാക്കാണെങ്കിൽ ഇത്രയേ ഉള്ളൂ, പണം ഒഴുകണം. അതാണ് മോണിറ്റൈസേഷൻ പൈപ്പ് ലൈൻ. എങ്ങനെയാണ്? ദേശീയ സ്വഭാവമുള്ള ഒരുപാട് വസ്തുവകൾ പാട്ടത്തിന് കൊടുക്കുകയാണ്.
ആ പാട്ടത്തിന് കൊടുക്കുമ്പോൾ റോഡ്, റെയില്, തുറമുഖങ്ങൾ, തീവണ്ടികൾ, വൈദ്യുതി നിലയങ്ങൾ, വൈദ്യുതി വിതരണ സംവിധാനങ്ങൾ എല്ലാം. അപ്പോ ഗവൺമെന്റ് നിക്ഷേപിക്കില്ല, സ്വകാര്യ മേഖലയ്ക്ക് ഗവൺമെന്റ് അങ്ങോട്ട് സ്വന്തം നിക്ഷേപം കൈമാറുന്നു എന്ന് പറഞ്ഞാൽ കൊള്ളയടിക്കുള്ള സൗകര്യം കൊടുക്കും. ആർക്കാ നഷ്ടം? ജനങ്ങൾക്ക് അവരുടെ ജീവിതത്തിന് ഉയർത്തി കൊടുക്കേണ്ടത് കൊടുക്കാതെ അവരുടെ കയ്യിലുള്ള അവസാന തൊട്ടും ഇങ്ങനെ വകഞ്ഞെടുക്കുകയാണ്, അല്ലെങ്കിൽ സൈഫൺ ചെയ്യാന്ന് പറയും, വലിച്ചെടുക്കുകയാണ്. ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? അവിടെയാണ് ബഡ്ജറ്റിന്റെ രാഷ്ട്രീയം മനസ്സിലാക്കേണ്ടത്. ബഡ്ജറ്റിന്റെ രാഷ്ട്രീയം രാജ്യത്തെ ഉൽപ്പാദിപ്പിക്കുന്ന സമ്പത്ത് ആരുടെ കൈവശം ഇരിക്കണമെന്ന തർക്കമാണ്. ആ തർക്കത്തിൽ ഇപ്പൊ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അത് നടപ്പാക്കുന്നതിനുള്ള നയമാണ്. ആ നയത്തിന്റെ പേരാണ് നവലിബറൽ നയം. നവലിബറൽ നയങ്ങൾ നടപ്പാക്കുന്ന ലോകരാജ്യങ്ങൾ എന്ന പ്രതിസന്ധികളിലാണ് പലതും. ഒരു പ്രതിസന്ധിയുടെ പരിഹാരത്തിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ചിലി. 1973 ആരംഭിച്ച ചിലിയിലെ നവ ഉദാരവൽക്കരണ നയങ്ങൾക്ക് ഇപ്പൊ അവിടെ ചരമഗീതമായി. ലാറ്റിൻ അമേരിക്കയിലാകെ പടർന്നു പിടിക്കുകയാ. എന്ന് പറഞ്ഞാൽ റഘുറാം രാജൻ പറഞ്ഞതുപോലെ കമ്പോളങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റുകൾ സമൂഹത്തെ കൈയൊഴിയുന്ന തെറ്റ്, അതാണ് ഈ നവലിബറൽ നയമെന്ന് പറയുന്നത്. കമ്പോളത്തിന് വേണ്ടി സമൂഹത്തിന്റെ താല്പര്യങ്ങൾ ഗവൺമെന്റുകൾ കൈയൊഴിയുന്നു. അതിന്റെ ഗുരുതരമായ ഭീഷണി ലോകരാജ്യങ്ങളെ എങ്ങനെയെത്തി? ആഗോള താപനമായി വന്നു, കാലാവസ്ഥാ വ്യതിയാനമായി വന്നു, ക്രൂരമായ അസമത്വമായി വന്നു, സമൂഹങ്ങൾ സംഘർഷമായി, അങ്ങോട്ടും ഇങ്ങോട്ടും ചേരിതിരിഞ്ഞുള്ള സംഘർഷമായി. ആ സംഘർഷം സ്വത്വടിത്തറഞ്ഞ് നടത്തിക്കൊണ്ട് ജനാധിപത്യത്തെ തകർക്കുകയാണ്. ആ രാഷ്ട്രീയമാണ് ഈ ബഡ്ജറ്റ് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഇപ്പൊ ഭരിക്കുന്നത് BJP ആണെന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ഓരോന്നോരോന്നും മാറ്റി മാറ്റി വരുമ്പോൾ പിന്നെ കാണുന്നത് RSSനെയാണ്. RSS ചെയ്യുന്ന ജോലി നവലിബറൽ നയങ്ങൾ ഈ കാലഘട്ടത്തിൽ ഏറ്റവും തന്നെ നടപ്പാക്കലാണ്. പക്ഷെ ആ ജോലി ചെയ്യുമ്പോൾ ആ ദാസ്യവേല നടത്താൻ രണ്ട് ഗുരുതരമായ തെറ്റുകൾ അതിന്റെ ഒപ്പം ചെയ്യുന്നു. ഒന്ന്, അത് ചോദ്യം ചെയ്യാനിടയുള്ള ജനങ്ങളുടെ അവകാശങ്ങളെ എടുത്തുകൊണ്ടുപോകുന്നു. അവകാശങ്ങളുടെ സംഹിതയാണ് നമ്മുടെ ഭരണഘടന. ഭരണഘടന തകർക്കുകയാണ്. ഭരണഘടനയിലെ ഏറ്റവും പാവനമായ ഒരു തത്വമാണ് ജനാധിപത്യ അവകാശങ്ങളും ഫെഡറൽ കാഴ്ചപ്പാടും. രണ്ടും പോവുകയാണ്. അപ്പൊ ബഡ്ജറ്റിനെതിരായ വിമർശനത്തിന്റെ രാഷ്ട്രീയത്തിലേക്ക് പോകുമ്പോൾ ഇന്ത്യ ഗവൺമെന്റ് ഇന്നത്തെ നടപടിയുടെ ഈ വശം നമ്മൾ കണ്ടേ പറ്റൂ. അത് മാത്രമല്ല, ജനാധിപത്യ അവകാശങ്ങളുടെ മോഷണം അല്ലെങ്കിൽ എടുത്തുകൊണ്ട് പോക്ക് അവസാനം വന്നെത്തുന്നത് നിങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ പോലും ഇല്ലാതാക്കലാണ്. വ്യക്തി സ്വാതന്ത്ര്യം, നിങ്ങളുടെ ചിന്തിക്കാനുള്ള അവകാശം, എന്നിട്ട് വേണ്ട ആവിഷ്കാരം, എന്നിട്ട് വേണ്ട സംഘാടനം, എന്നിട്ട് വേണ്ട സമ്മർദ്ദം, എന്നിട്ട് വേണ്ട സമരം, എന്നിട്ട് വേണ്ട മാറ്റം. പെഗാസസ് അതാണ്. അത് ഇഴപിരിച്ചു വരുമ്പോ വ്യക്തിയുടെ അവകാശത്തിന്റെ ഏറ്റവും പാവനമായ ഭാഗമാണ് സ്വകാര്യത. സ്വകാര്യത എന്ന് പറയുന്നത് ചിലർക്ക് തെറ്റിദ്ധാരണയുണ്ട്. സ്വകാര്യത അശ്ലീലമാണെന്നല്ല, സ്വകാര്യം അശ്ലീലതയേ അല്ല. അങ്ങനെയൊക്കെ ഒരുപാട് തെറ്റിദ്ധാരണയുണ്ട്. ലൈംഗികത പോലും അശ്ലീലതയാണ് തെറ്റിദ്ധരിക്കുന്ന. അശ്ലീലമേ അല്ലത്. അതൊക്കെ ഏറ്റവും സൃഷ്ടിപരമായ സർഗാത്മകമായ പ്രതിഭാസങ്ങളുടെ പട്ടികയിലെ ഉയർന്ന കാര്യങ്ങളാണ്. പക്ഷേ മനുഷ്യന്റെ സ്വകാര്യതയെ, ഇപ്പൊ ഈ അടുത്ത ദിവസം കേരള ഹൈക്കോടതിയിൽ വിധി വന്നു. പ്രായമോ ലിംഗമോ വ്യത്യാസമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തൊടുമ്പോൾ തെറ്റായ തൊടലും ശരിയായ റോങ് ടച്ച് ആൻഡ് റൈറ്റ് ടച്ച് തർക്കം വന്നു. അത് അപരന്റെ സ്വീകാര്യതയുടെ നീളത്തിന്മേൽ എന്റെ സ്വാതന്ത്ര്യം അവസാനിക്കണം, അതിന്റെ അപ്പുറത്തേക്ക് പോകരുത്. അവിടെ വരുന്നത് ശരിയും തെറ്റുമല്ല, സുരക്ഷിതത്വമാണ്, രക്ഷാബോധമാണ്. എന്റെ ആ അവകാശത്തെ അംഗീകരിക്കാത്തതിലേക്ക് പെഗാസസ് വഴി എന്റെ കയ്യിലുള്ള ഫോണിൽ ഒരു ചാരൻ ജീവിക്കുന്നുവെങ്കിൽ പിന്നെ എനിക്കെന്ത് ജീവിതം, എനിക്കെന്ത് സ്വകാര്യത, എനിക്കെന്ത് വ്യക്തിത്വം, എനിക്കെന്ത് ആത്മഗൗരവം? അതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് ജനാധിപത്യ അവകാശങ്ങളെ ഇല്ലാതാക്കുന്ന ക്രിയ ഈ സാമ്പത്തിക നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടിയാണ്. മറ്റൊന്ന്, നമ്മുടെ രാജ്യത്തിന്റെ ജനതയുടെ ഐക്യത്തിന്റെ സാംസ്കാരിക വികാസത്തിൽ മതനിരപേക്ഷയുടെ പങ്ക് ഭരണഘടനയ്ക്ക് ആലേഖനം ചെയ്തിട്ടുണ്ട്.
ഒരു ബഡ്ജറ്റ് തെറ്റിനെ ചോദ്യം ചെയ്യാൻ, ആ ബഡ്ജറ്റുകളിലെ തെറ്റുകൾക്കിടയാക്കിയ രാഷ്ട്രീയത്തെ ചോദ്യം ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ രാഷ്ട്രീയ മണ്ഡലമാണ്. രാഷ്ട്രീയ മണ്ഡലത്തിന്റെ വിശുദ്ധി അവിടെ മനുഷ്യരുടെ യോജിപ്പാണ്, ജാതികളുടെ അല്ല, മതങ്ങളുടെ അല്ല, മാനവികതയാണ്. മാനുഷിക മൂല്യങ്ങളുടെ അടിത്തറയിൽ രൂപപ്പെടുന്ന ആ മതനിരപേക്ഷ സങ്കല്പനത്തെ ഇന്ത്യയിൽ തകർക്കുകയാണ്. അതാണ് യോഗി, അതാണ് RSSന്റെ ചിന്താ പദ്ധതികൾ. എല്ലായിടത്തും അതാണ്. ഈ നടക്കുന്ന 5 തെരഞ്ഞെടുപ്പുകൾ അവിടെയാണ് പിടിവലി കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഈ നയം നടപ്പാക്കുന്ന ജനാധിപത്യത്തെ തകർക്കുന്ന രാഷ്ട്രീയവും മതനിരപേക്ഷ തകർക്കുന്ന രാഷ്ട്രീയവും മനസ്സിലാക്കിക്കൊണ്ടുള്ള കൂട്ടായ്മയിലേക്ക് പോകുമ്പോൾ ഇന്ത്യ ഇന്ന് കേന്ദ്രം ഭരിക്കുന്നവരെക്കാളും ശക്തി ഓരോ സംസ്ഥാനത്തുമുള്ള BJP ഇതര രാഷ്ട്രീയ ശക്തികൾക്കാണ്. അത് വസ്തുത. ആ BJP ഇതര രാഷ്ട്രീയ ശക്തികൾക്ക് RSS ശക്തികൾക്ക് മുൻകൈ ഉണ്ടെങ്കിലും അത് പ്രതിഫലിപ്പിക്കപ്പെടുന്നില്ല. അതിന്റെ ഒരു കാരണം ഇന്ത്യൻ ഭരണഘടന തന്നെ സൗകര്യങ്ങൾ തെറ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിലൊന്നാണ് സംസ്ഥാനങ്ങളെ ആക്രമിക്കുന്ന പരിപാടി. അതിന്റെ കൃത്യം പ്രശ്നമാണ് ഫെഡറലിസം ഇല്ലാതാക്കുക. ഇപ്പോ മമതാ ബാനർജി, ചന്ദ്രശേഖർ റാവു, സ്റ്റാലിൻ ഇവരും നമ്മുടെ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിനെ പോലെ തന്നെ ഗവർണറുമായി ഏറ്റുമുട്ടലിലാണ്. ഗവർണർ ഒരു പദവി എന്ന നിലയ്ക്ക് ഒരു 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 ജനാധിപത്യ സംവിധാനത്തിലെ അനിവാര്യതയല്ല, അജകള സ്ഥലമാണ്. 6ാമത്തെ വിരലാണ്, അനാവശ്യമാണ്. പക്ഷെ അത് ഒരു ഭീഷണിയായി ഉപയോഗപ്പെടുത്തുകയാണ്. അങ്ങനെ വരുമ്പോ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റുകൾക്ക് മുകളിൽ അതിനേക്കാളും ആധികാരികതയിൽ കേന്ദ്രാധികാരത്തിന്റെ ശാസനങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന വൃത്തികേട് നടക്കുകയാണ്. ഇന്നത്തെ ഇന്ത്യ അതിന് പരിഹാരം ആവശ്യപ്പെടുന്നു. അതിൽ മുൻപന്തിയിൽ ഇത് പോരാടാൻ നമുക്കാകെ ബാധ്യതയുണ്ട്. ആ പോരാട്ടത്തിന്റെ ഒരു തലമാണ് ഈ സിൽവർ ലൈൻ എന്ന് പറഞ്ഞാൽ അതിന്റെ കൃത്യം ഇങ്ങനെയാണ്. കേരളത്തിന്റെ ഒരു സംഭാവന ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്നത്തെ സങ്കീർണതകൾക്കകത്ത് ഒരു വഴികാട്ടിയുടേതാണ്, ദിശ കൊടുക്കലാണ്, അതിന് ചൂടും വെളിച്ചവും പകരലാണ്. അങ്ങനെ പകരുമ്പോ ആ ജോലി നിർവഹിക്കുന്ന കേരളത്തിലെ ഗവൺമെന്റ് ക്ഷേമകാര്യങ്ങൾക്കൊപ്പം വികസനത്തിലും ഒപ്പം പിടിക്കുകയാണ്. പിടിക്കുന്ന എന്ത് ലക്ഷ്യത്തിലാണ്? ആധുനികോത്തര സമൂഹത്തിന്റെ മാനദണ്ഡങ്ങളോടാണ്. അങ്ങനെ വരുമ്പോ അതെങ്ങനെ സാധിക്കും? വലിയ വിഷയമാണ്. ഞാൻ കണ്ണുകുളിക്ക് പ്രകടനം മറ്റൊക്കെ ഉള്ളത് കൊണ്ട് അത് വേറൊരു ദിവസമാകാം. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മനുഷ്യന് വലിയ പുരോഗതി ഉണ്ടാക്കാൻ കഴിയും. പക്ഷെ പുരോഗതി ഉണ്ടാക്കുന്നതിന് ഇടയാക്കിയ സങ്കേതങ്ങൾ വികസിപ്പിച്ച സാങ്കേതിക വിദ്യക്ക് രൂപം കൊടുത്ത ശാസ്ത്രത്തിന്റെ നേട്ടങ്ങൾ വരുമ്പോഴും അത് വിതരണം ചെയ്യപ്പെടുന്നതിനകത്ത് വൃത്തിയില്ല, ഭംഗിയില്ല, തോതില്ല, അനുപാതങ്ങളില്ല. അത് അനുക്രമം മോശമായിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഈ പ്രക്രിയക്കകത്ത് എല്ലാ പരിമിതികൾക്കുമിടയിൽ ജീവിച്ചു തീരുന്ന ഓരോ തലമുറയ്ക്കും നാളെ എന്തെങ്കിലും കിട്ടും. അങ്ങനെയാണല്ലോ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ എന്ത് വിഷമം ഉണ്ടെങ്കിലും കുഴപ്പമില്ല, സ്വർഗം നിനക്ക് ഉറപ്പാണെന്നാണ്. അങ്ങനെയുണ്ട്. നിന്ദിതരും പീഡിതരും ഭയപ്പെടേണ്ട കാര്യമില്ല. ഒട്ടകം സൂചിക്കൊള്ളിൽ കൂടി കടന്നു പോയാലും ധനവാൻ സ്വർഗത്തിൽ പോകില്ല എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യത്തിൽ മരിക്കുന്നത് നല്ലതാണെന്നാണ് അർത്ഥം. അവിടെയാണ് ഭൂമിയിൽ സ്വർഗം പണിയുന്ന കാര്യം ചിന്തിക്കുന്നത്. പരിമിതികൾക്കകത്ത് ഉള്ളത് പങ്കുവയ്ക്കുമ്പോൾ അവിടെയാണ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് പ്രാധാന്യം. ഒരു കാര്യത്തിൽ സമാധാനം കിട്ടി. ആ ഡിവിഷൻ ബെഞ്ചിന്റെ വിധി വന്നപ്പോൾ കുറച്ച് സമാധാനമായിരുന്നു. അന്തിമൊന്നുമല്ല, പണിയാൻ നിർത്തുമില്ല, ജനിതക ദോഷങ്ങൾ തുടരും. ഒരു കാര്യം മനസ്സിലാക്കണം, പുതിയതിനോട് ആഭിക്യം പോലെ തന്നെ ഒരു വിരക്തിയും വരാം. അങ്ങനെയുണ്ട്. ആദ്യകാലത്ത് വെള്ളത്തിൽ നിന്ന് വൈദ്യുതി എടുത്തപ്പോ വൈദ്യുതി എടുത്ത വെള്ളം കൊണ്ട് പിന്നെ കൃഷി ചെയ്തിട്ട് കാര്യത്തിൽ കൃഷിക്കാരെ ഇളക്കി വിട്ടു. അത് ശരിയാ. വൈദ്യുതിയിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് വൈദ്യുതി എടുത്തിട്ട് പിന്നെ ആ വെള്ളം വെച്ച് കൃഷി ചെയ്തിട്ട് എന്താ കാര്യം? എന്ത് ചെയ്യാനാ? തീവണ്ടി ആദ്യം വന്നപ്പോ ഓടാൻ സമ്മതിച്ചിട്ടില്ല. ഇവിടെ
ബസ്സാണെങ്കിൽ കൈ കാണിച്ചാൽ നിർത്തും, ട്രെയിനാണെങ്കിൽ എന്ത് കാണിച്ചാലും നിൽക്കൂല. അപ്പൊ പിന്നെ എന്തിനാണെന്ന് ചോദിച്ചു. ചോദ്യം ശരിയോ? ഓരോരുത്തരും കാണിക്കുമ്പോൾ നിർത്തിയാൽ ശരിയാവില്ല. അത് ഇപ്പൊ സ്ഥലമുണ്ട്, അവിടെ നിൽക്കണം, അങ്ങോട്ട് പോകണം, മറ്റേതല്ല പോണ വഴിക്ക് വണ്ടി നിർത്തും. ഇവിടെ പാചകവാതകം അടങ്ങുന്ന പ്രകൃതിവാതകം വന്നപ്പോഴോ നമ്മൾ ചിന്തിക്കാത്ത ആളുകൾ വട്ടം നിന്നില്ലേ, ഇത് പൊട്ടിത്തെറിക്കും, ഇത് തകർത്ത് കളയും, ബോംബാണ് ഇതൊക്കെ പറഞ്ഞു കളഞ്ഞു. പാവപ്പെട്ട മനുഷ്യനെ വലയ്ക്കരുത്. ആദ്യം എയർപോർട്ട് വന്നപ്പോൾ ഈ വിഷമം ഉണ്ടായിരുന്നു. ആർക്കാണെന്ന് ചോദിച്ചു. ഒരു പഞ്ചായത്ത് ഒരാൾ ആദ്യമായിട്ട് സ്കൂട്ടർ മേടിക്കുമ്പോൾ അവരോട് ഭയങ്കര കലിയായിരുന്നു. കാരണം എല്ലാവരും നടന്നു പോകുമ്പോൾ ഒരുത്ത മാത്രം സ്കൂട്ടറിൽ പോവുക. അപ്പൊ പെട്രോളിന് വില കൂട്ടിയത് അപ്പൊ നന്നായി എന്നാണ് ആദ്യം പറഞ്ഞത്. ഇപ്പൊ കൂട്ടിനേക്കുമ്പോ പേടിയാണ്, മാറുകയാണ്. അപ്പൊ പുരോഗതിയുടെ വരവിൽ അതുവരെയുള്ള ധാരണകളുമായ ആളുകളെ ഒന്ന് സഞ്ചരിപ്പിക്കുന്ന ഒരു ജോലിയുണ്ട്. ആ ജോലി ഇപ്പൊ ഉപയോഗപ്പെടുന്ന തെറ്റായ രൂപത്തിലാണ്. അത് ഒരു കാര്യം ഞാൻ പറയാം. സിൽവർ ലൈൻ സംബന്ധിച്ച തർക്കത്തിൽ ആളുകളെ ഇളക്കി വിടുന്ന അവരുടെ പറമ്പും വീടും പോകുമെന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ വാദം നമുക്കൊന്ന് നോക്കാം. ഒരു മിനിറ്റ് മതി, സമയമൊന്നും എടുക്കുന്നില്ല. വീടെന്ന സങ്കല്പം എന്ന് ആരംഭിച്ചു മനുഷ്യനെ, നമുക്ക് നോക്കാം. മനുഷ്യന്റെ വികാസ ചരിത്രത്തിൽ സാമൂഹ്യ പാഠങ്ങൾ പറയുന്നത് വീട് ആദ്യകാലത്തുണ്ടായിരുന്നില്ല. ആദ്യകാലത്ത് നാട് പോലും പ്രത്യേകിച്ചുണ്ടായിരുന്നില്ല. നാടും കാടും ഒന്നായിരുന്നു. അങ്ങനെയൊന്നും അല്ലെങ്കിലും കാക്കനാടിന്റെ ഒരു നോവല് ഉഷ്ണമേഖലയുടെ ഒരു ഭാഗം നഗരവും മറ്റൊന്ന് നാടും. ഈ നാഗരിക അല്ലാത്ത വ്യത്യാസത്തിന്റെ വരമ്പുകളൊക്കെ എങ്ങനെ വന്നു? ഒരു 4 കൊല്ലം കൊണ്ട് തീരുമെന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെ വിഷമം 4 കൊല്ലം എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെന്റിന് 4 കൊല്ലമുണ്ട്. അപ്പോൾ ഗവൺമെന്റിന്റെ അടുത്ത ജനവിധിക്ക് മുൻപ് 6 മാസം മുമ്പ് തീരും. ഇവിടെ ഇപ്പോൾ ഒരു ദുഃഖമുണ്ട്. എന്താന്ന് വെച്ചാൽ രണ്ടാമതും വന്നു. കോൺഗ്രസിൽ ലീഗ് നേരിടുന്ന പ്രശ്നം അതാണ്. UDF അത്രേ ഉള്ളൂ. കേരളത്തിൽ അധികാരം നഷ്ടപ്പെട്ടാൽ അവർക്ക് 2 കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, കേന്ദ്രത്തിലുണ്ടെന്നും ഇവിടെ 5 കൊല്ലം കഴിഞ്ഞാൽ കിട്ടുമെന്നും. അങ്ങനെ 2 പ്രമാണങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടെ ഇല്ലെങ്കിൽ കേന്ദ്രത്തിലുണ്ട്. കേന്ദ്രത്തില് ഉള്ളപ്പോൾ തന്നെ 5 കൊല്ലം കഴിഞ്ഞാൽ കിട്ടും. എന്താ കാര്യം? ഇവിടെ 5 കൊല്ലം കഴിഞ്ഞാൽ കിട്ടുമെന്ന് 3 വരെ പോയിട്ട് പിന്നെ തരുവുള്ളൂ. അങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നു ഇവിടെ. അതും മാറി. ഇപ്പൊ രണ്ടാമത് വരികയും ചെയ്തു. ഇനി പ്രശ്നം മൂന്നാമത് വരരുതെന്നുള്ളതാണ്. ഒരുപാട് സമയമുണ്ട്, ക്ഷമയില്ലല്ലോ. മൂന്നാമത് വരുന്നത് 4 കൊല്ലം കൊണ്ട് തീർന്നാൽ സിൽവർ ലൈനെ കുറിച്ച് ആളുകളുടെ ജീവിതം മാറ്റിമറിക്കും. ഞാൻ എയർപോർട്ട് ആദ്യം വന്നപ്പോൾ എന്തിനാണെന്നൊക്കെ ചോദിച്ചു. എയർപോർട്ടിൽ പോകുന്ന ആളുകൾ 1 ലക്ഷം പേര് ഒരു മാസം പോകുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതിൽ 90,000 പേരും BPL-കാരാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അറിയാമോ BPL എന്ന് വെച്ചാൽ? ആണ്. കാരണം സഞ്ചാരത്തിന്റെ സമയവും ആ സമയത്തിന്റെ വിലയും അതിന്റെ ചെലവും അത് നേടിയാലും ചുരുക്കേണ്ട നേട്ടങ്ങളെ കുറിച്ച് നോക്കുമ്പോൾ ആ ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ ചാർജിനേക്കാൾ അധികമാണ് ലാഭം. ഇപ്പൊ തിരുവനന്തപുരത്തേക്ക് പോകുന്ന ഒരാൾക്ക് ഇപ്പൊ ഫ്ലൈറ്റ് സൗകര്യമാണ്. കണ്ണൂർക്ക് പോകുന്ന ഒരാള് സൗകര്യമാണ്, പോയാൽ മതി. 1000 രൂപ 1200 രൂപ അത് സമയം നോക്കി അടിച്ചു കഴിഞ്ഞാൽ 800 രൂപയ്ക്ക് കിട്ടും. തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ കാറിലാണെങ്കിലോ ഒരു 2,500 3,000 ഡീസൽ അടിക്കണം. വേണ്ടി വരും. അല്ലെങ്കിൽ വേറെ വല്ല മാജിക് വണ്ടിയായിരിക്കും, എനിക്കറിയില്ല. ചെന്നാൽ താമസിക്കണം അത്രയും മണിക്കൂറുകൾ. ആ മണിക്കൂറുകളുടെ മൂല്യം സമയത്തെ ചുരുക്കുകയാണ്. ലോകത്തെ ഗ്ലോബൽ വില്ലേജ് ആക്കുന്നത് പോലെ ജീവിതത്തിന്റെ ആവശ്യങ്ങളുടെ നിർവഹണത്തിന്റെ വ്യാപാരവും അതുപോലെ തന്നെ അതിന്റെ സഞ്ചാരവും ചുരുക്കിയെടുക്കുക, എല്ലാം ഒതുക്കുകയാണ്. ദാറ്റ് ഈസ് ടെക്നോളജി. അത് കാണാതെ കാണിക്കുന്ന ഈ വെപ്രാളങ്ങൾ ചേർത്ത് പറയുമ്പോൾ കാണേണ്ട കാര്യം കേരള ഗവൺമെന്റ് ആക്രമണം വികസനത്തിൻ്റെ ആക്രമണം മാത്രമല്ല, ഈ ഗവൺമെന്റിനും ഇവിടുത്തെ പുരോഗമന പുസ്തകങ്ങളുടെ ഒരു ആക്രമണം കൂടിയാണെന്നുള്ളത് കൊണ്ട് ഒരു നല്ല കാര്യം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൂടി പറയാൻ അവസാനിപ്പിക്കുക. ഈ യോഗം ഒരു നല്ല യോഗമാണ്. ഈ യോഗത്തിന്റെ ഒരു ലക്ഷ്യം ഇന്നലെ വരെ ഇടതുപക്ഷത്തോടൊപ്പം വരാതിരുന്നവരെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ഞങ്ങളുടെ ഒരു നിർബന്ധമായ ചിന്തയുടെ കൂടി ഭാഗമാണ്.
മുൻവിധികളും തെറ്റിദ്ധാരണകളും നമ്മളെ നയിക്കുന്നുണ്ട്. മുൻവിധിക്കും തെറ്റിദ്ധാരണയ്ക്കും ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. രണ്ടിനും യുക്തിയുടെ പിൻബലമുണ്ടാവില്ല. അതുകൊണ്ടാണ് കാരണവന്മാരെ മുൻവിധികൾ കുഴിച്ചു മൂടാൻ പറയുന്നത്. മുൻവിധി കുഴിച്ചു മൂടുമ്പോൾ പേടിക്കേണ്ട കാരണം ഒന്നും പോകുന്നില്ല. മുൻവിധി എന്ന് വെച്ചാൽ വസ്തുതകളുടെ പിൻബലമില്ലാത്ത തെറ്റായ ധാരണ. തെറ്റായ ധാരണയ്ക്ക് എന്താ പിൻബലം? തെറ്റിദ്ധാരണകളെ കുഴിച്ചുകൂടാനും മുൻവിധികളെ കുഴിച്ചുകൂടാനും തീരുമാനിച്ചാൽ ഒരാളുടെ ബോധം എന്താകും? നേരാമണ്ണം വരും. അപ്പോൾ അയാളുടെ രാഷ്ട്രീയ നിലപാടും ആ മാറ്റം കേരളത്തിൽ നടക്കുകയാണ്. ആ രാഷ്ട്രീയമായ ധ്രുവീകരണത്തിന്റെ നല്ല ലക്ഷണങ്ങൾ കേരളത്തിൽ വരുന്നതുകൊണ്ട് ഒരിക്കലും ഇടത് ഭാഗത്തേക്ക് നോക്കാതെ ഒരുപാട് നല്ല മനുഷ്യർ ഇപ്പൊ ഇടത്തേക്ക് നോക്കുന്നു. നോക്കിയവർ ഇടത്തോട്ട് മാത്രം നോക്കാൻ തീരുമാനിക്കുന്നു. അതാണ് സ്ഥിതി. പറഞ്ഞ് ഞാൻ ഉപസംഹരിക്കുന്നു. അഭിവാദനം.